പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക, ബൗദ്ധിക, രാഷ്ട്രീയ രംഗത്തിന് വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ തന്നെയാണ് ശ്രീ കെ കെ കൊച്ചിനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നത് വളരെയധികം ഗൗരവമുള്ള ഒരു വിഷയം കൂടിയാണ്. കാരണം കേരളത്തിൻ്റെ ആധുനികത, കേരളത്തിൻ്റെ മാനവികത, മതേതര ചിന്ത, പ്രാതിനിധ്യ ജനായത്തവാദം, അറിവൊളിയുടെ അടിസ്ഥാനങ്ങൾ തന്നെ വലിയ പ്രതിവിപ്ലവങ്ങളും പിന്നോട്ടടികളും വലിയ വീഴ്ചകളും സംഭവിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനയ്ക്ക് തന്നെ, ഇന്ത്യ മഹാരാഷ്ട്രത്തിനും ജനതയ്ക്കും ഇന്ത്യയുടെ ആധാരമായിരിക്കുന്ന ആധുനിക ജനായത്ത ഇന്ത്യയുടെ അടിസ്ഥാന നൈതിക കരാറും പാഠവുമായിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ വർത്തമാന സമൂഹം വീണുകൊണ്ടിരിക്കുന്ന നിരവധി പ്രതിവിപ്ലവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിശ്വാസി ലഹളകളായിട്ടും തീണ്ടാരി ലഹളകളായിട്ടും നാമജപ ഘോഷയാത്രകളായിട്ടും ക്ഷുദ്ര ലഹളകളായിട്ടും ഒക്കെ തന്നെ ഭരണഘടന പോലും അട്ടിമറിക്കുന്ന അതിൻ്റെ അന്തസ്സത്തയെ, അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ, പ്രത്യേകിച്ചും ജനായത്വം എന്ന് പറയുന്ന പ്രാഥമികമായിട്ടുള്ള ആ വിമോചന സ്വപ്നത്തെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വളരെ പിന്തിരിപ്പനായിട്ടുള്ള ബഹുജന വിരുദ്ധമായ കാര്യങ്ങൾ അരങ്ങേറി കേരളത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന പോലും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കേരളത്തിലെ ജനായത്ത സംസ്കാരത്തിന് ഇത്രമാത്രം സംഭാവനകൾ, അതിൻ്റെ അടിത്തറ തന്നെ പാകിയ, നമ്മുടെ അറിവൊളിയെക്കുറിച്ചും ആധുനികതയെക്കുറിച്ചുമൊക്കെ പറയുന്നത് പോലെ ഒരുപക്ഷെ സഹോദരൻ അയ്യപ്പന് ഒക്കെ ശേഷം, അല്ലെങ്കിൽ ദളിത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ കല്ലറ സുകുമാരൻ്റെയും പോൾ ചിറക്കരോടിൻ്റെയും ഒക്കെ തന്നെ പോരാട്ടങ്ങളുടെ തുടർച്ചയായിട്ട് അവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ, ഇവിടെ സൂചിതമായിട്ടുള്ളതുപോലെ തന്നെ വർഗ വീക്ഷണത്തിൻ്റെയും സാമ്പത്തിക നിർണയനവാദത്തിൻ്റെയും ഒക്കെ സങ്കുചിതമായിട്ടുള്ള വംശീയ മത ജാതി താല്പര്യങ്ങളിൽ ഇടർച്ചകൾ പറ്റിയ പല വീഴ്ചകളും തിരുത്തിക്കൊണ്ട് സമുദായം എന്നും അല്ലെങ്കിൽ പ്രാതിനിധ്യം എന്നും സാമൂഹ്യമായ പ്രാതിനിധ്യത്തിൻ്റെ, സാമൂഹ്യ ജനായത്വത്തിൻ്റെ ഒരു പ്രതലത്തെ വീണ്ടെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ തന്നെ ആധുനികതയുടെയും അറിവൊളിയുടെയും പോരാട്ടങ്ങളിൽ നിന്ന് ഗുരുവിൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഒക്കെ സമുദായം എന്ന ഒരു പരികൽപ്പനയെ തന്നെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങളുടെ വിമോചനത്തിൻ്റെ ഒരു തുറവിയായിട്ട് സാധ്യമാക്കിക്കൊണ്ട് ദലിത് സമുദായവൽക്കരണം, ആ രീതിയിൽ ഒരു സാമൂഹ്യവും രാഷ്ട്രീയവുമായ ശക്തിയായി മാറുക, അങ്ങനെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് പ്രവേശിക്കുക. കേവലം പ്രാതിനിധ്യം മാത്രം പോരാ, മറ്റ് സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ബൗദ്ധിക മൂലധനങ്ങളും കൂടി ആർജിച്ചുകൊണ്ടുള്ള വളരെ സമഗ്രമായ ഒരു വിമോചന പദ്ധതി, ഒരു സ്വപ്നം, ഒരു പ്രത്യയശാസ്ത്ര മണ്ഡലം തന്നെ വർഗസമീക്ഷയുടെ ഈ പറയുന്ന ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഓർത്തഡോക്സ് മാർക്സിസത്തിൻ്റെ കാലഹരണപ്പെട്ടു പോയ ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയോ അഡ്രസ്സ് ചെയ്യുകയോ പോലും ചെയ്യാത്ത, പ്രത്യേകിച്ചും മണ്ഡൽ മസ്ജിദ് സാഹചര്യങ്ങൾക്ക് ശേഷം മണ്ഡൽ കമ്മീഷൻ്റെ ആ ജനായത്തവൽക്കരണത്തിൻ്റെ ചർച്ചകൾക്ക് ശേഷം തികച്ചും അസാധുവായിപ്പോയിട്ടുള്ള വർഗസമീക്ഷയെ, ഇന്ത്യയുടെ യാഥാർത്ഥ്യമായിട്ടുള്ള ജാതി അനീതിയെ കാണാതെ സാമ്പാറിൽ കായം കലക്കാൻ പോലും മലയാളി ബ്രാഹ്മണൻ എന്ന വിചിത്ര ജീവിക്ക് വേണ്ടി സർക്കാർ ഏജൻസികളും വകുപ്പുകളും പരസ്യം ചെയ്യുന്ന, പൂജാരിയാകാൻ മാത്രമല്ല സാമ്പാറിൽ കായം കലക്കാൻ ശൂദ്രരായിട്ടുള്ള വലിയ ഷെഫുമാർ നിൽക്കുമ്പോൾ, വലിയ പാചക വിദഗ്ധരുള്ളപ്പോൾ അവർക്ക് പോലും കൈപുണ്യമില്ലെന്നും
കൈപ്പുണ്യമുള്ള ഒരു ജീവിയായിട്ട് ഈ മലയാളി ബ്രാഹ്മണനെ അവതരിപ്പിക്കുകയാണ്. അത് കഴകം പോയിട്ട് കാരാൺമ പോയിട്ട് എന്തുമാകട്ടെ, ഏത് മേഖലയിലും മലയാളി ബ്രാഹ്മണ്യത്വത്തിൻ്റെയും അതിൻ്റെ പാദസേവക ഭൃത്യജന സമാജമായിട്ടുള്ള ക്ഷുദ്രതയുടെയും ക്ഷുദ്രലഹളയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. 2018 സംഭവിച്ചതെന്താണ്? 96% ഒറ്റജാതി ഹിന്ദുക്കളുടെ കുത്തകയായി അമിത പ്രാതിനിധ്യത്തിൽ 12 എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അത് ഒരു ഗിമിക്കാണ്. യഥാർത്ഥത്തിൽ 8% മാത്രമേ ഉള്ളൂ. ആ 8% മാത്രമുള്ള ഒരു അധീശ ജാതി, റോബിൻ ജെഫ്രിയുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ആധിപത്യത്തിൻ്റെ നൂറ്റാണ്ടുകളായി, ഏതാണ്ട് 16-ാം നൂറ്റാണ്ട് മുതൽ ശൂദ്രവൽക്കരണവും സൈനികവൽക്കരണവും പ്രമാദമായിട്ടുള്ള ഏതാണ്ട് 15-16 നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻ ശക്തികളുടെ, പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ ആഗമനത്തെ തുടർന്ന് നടക്കപ്പെട്ട ആ ഫ്യൂഡൽ സൈനികവൽക്കരണത്തിൻ്റെ ഭാഗമായി നായകവൽക്കരിച്ചുകൊണ്ട് സൈനികവൽക്കരിച്ചുകൊണ്ട് ഉയർന്നു വന്ന ഒരു പ്രത്യേക സാമൂഹ്യ വിഭാഗം, ഇളംകുളം കുഞ്ഞമ്പിള്ള പറയുന്നത്, പ്രൊഫസർ ഇളംകുളം കുഞ്ഞമ്പിള്ള രേഖപ്പെടുത്തിയിരിക്കുന്നത് 10-ാം നൂറ്റാണ്ട് വരെ അത്തരം ഒരു ജാതിനാമം പോലും, സമുദായ നാമം പോയിട്ട് ജാതിനാമം പോലും ഒരൊറ്റ വട്ടെഴുത്ത് രേഖയിലോ ഒരൊറ്റ പുരാലിഖിതത്തിലോ ചരിത്ര രേഖയിലോ കാണാനില്ല. കാരണം എന്താണ്? 9-8 നൂറ്റാണ്ടിലാണല്ലോ ഈ ചാതുർവർണ്ണ്യം പോലും കേരളത്തിലും തമിഴകത്തുമൊക്കെ സ്ഥാപിക്കപ്പെട്ടത്. ചേര ചോള പാണ്ഡ്യ മൂപ്പന്മാരെ ക്രമേണ ഈ ബ്രാഹ്മണിക വൈദിക വർണ്ണാശ്രമത്തിൻ്റെ മേനി കാണിച്ചുകൊണ്ട് അവരെയും രാജ്ഞിമാരെയും രാജാക്കന്മാരെയും അമാത്യന്മാരെയും മന്ത്രിമാരെയും മറ്റ് ഫ്യൂഡൽ പ്രഭുക്കളെയും ഒക്കെ ഇതിലേക്ക് സ്വാധീനിച്ചെടുത്തുകൊണ്ട് 8-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമാണല്ലോ, അല്ലെങ്കിൽ 8 മുതൽ 12 വരെ വരുന്ന നൂറ്റാണ്ടുകളിലാണല്ലോ ഈ ചാതുർവർണ്ണ്യം, ഈ വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്ന ഈ സനാതന വൈദിക വർണ്ണാശ്രമധർമ്മം, ചാതുർവർണ്ണ്യ വ്യവസ്ഥ, ചുരുക്കി പറഞ്ഞാൽ ജാതി വ്യവസ്ഥ നമ്മുടെ തമിഴകത്ത് സ്ഥാപിക്കപ്പെടുന്നത് 8-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ്. ഏത് തരത്തിലുള്ള ചരിത്രകാരന്മാരാണെങ്കിലും ആ കാര്യം അംഗീകരിക്കും. അപ്പൊ ഈ ചാതുർവർണ്ണ്യം സ്ഥാപിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് നരന് നരൻ അശുദ്ധ വസ്തു പോലും, ധരയിൽ നടപ്പത് ദോഷമാണ് കഷ്ടം, നരകവിപുടമാണ് കഷ്ടം എന്ന് മഹാകവികളെ കൊണ്ട് പോലും പാടിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ദുരവസ്ഥയിലേക്ക് കേരളം അധപ്പതിച്ചത് ചാതുർവർണ്ണ്യവും ജാതിയും സ്ഥാപിക്കപ്പെട്ടപ്പോഴാണ്. അതിനു മുമ്പ് നമുക്ക് കിട്ടുന്ന പുരാവസ്തു സാഹിത്യ സാംസ്കാരിക തെളിവുകളൊക്കെ തന്നെ സംഘസാഹിത്യവുമായി ബന്ധപ്പെട്ടാണ്. എന്താണ്, എവിടുന്നാണ് ഈ സംഘം അല്ലെങ്കിൽ ചങ്കം, തമിഴകത്തെ ചങ്കം അല്ലെങ്കിൽ സംഘം അല്ലെങ്കിൽ ഈഴം, ഇഴചേർന്നതാണ് ഈഴം. മൈത്രിയുടെ ചരടിൽ ഇഴചേർന്നിരിക്കുന്നതിനാണ് ഈഴം എന്ന് പറയുന്നത്. ചേരം എന്ന് പറഞ്ഞാലും അതെന്താണ്? മൈത്രിയിൽ സംയോജിക്കുന്ന, മൈത്രി ഭാവത്തിൽ ചേരുന്ന ജനതയാണ് ചേരമർ എന്ന് പറയുന്നത്. ചേരുന്നവരാണവർ. ഈഴവരാണെങ്കിലും ആ സംഘത്തിലേക്ക് ഇഴചേരുന്നവരാണ്. ഇതൊക്കെ തന്നെ ഏത് സമുദായത്തിൻ്റെ പ്രാചീന ചരിത്രം പരിശോധിച്ചാലും 8-10-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രം നോക്കിയാലും അവരൊക്കെ സംഘ സംസ്കാരത്തിലെ ജാതി വർണ്ണ ബാഹ്യരായിട്ടുള്ള, ജാതിയും വർണ്ണാശ്രമവും തൊട്ടുതീണ്ടാത്ത ശുദ്ധ മനുഷ്യരാണ്. നമുക്കറിയാം, പഴംപാട്ടുകളിൽ, തമിഴ് സംഘസാഹിത്യത്തിൽ പഴംപാട്ടുകൾ ഇംഗ്ലീഷിൽ തന്നെ ഇപ്പോൾ ലഭ്യമാണ്. കൊച്ചേട്ടൻ്റെ ആത്മകഥ പോലെ തന്നെ ദളിതൻ ഓട്ടോബയോഗ്രഫി ഇന്ന് ലോകത്തിന് വായിക്കാം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രാചീനമായ തമിഴകത്തെ പാട്ടുകൾ, പഴന്തമിഴ് പാട്ടുകൾ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എ കെ രാമാനുജൻ അടക്കമുള്ള വിവർത്തകർ. 2004 തന്നെ കെ കൊച്ചിൻ്റെ ഒരു എസ്സേ വിവർത്തനം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. കേരളത്തിൻ്റെ നവോത്ഥാന അറിവൊളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരു ദളിത് വിമർശ വായനയാണ് അത്. ദളിത് റീഡിംഗ് ഇൻ നാരായണ ഗുരുസ് മൂവ്മെന്റ് എന്ന് പറയുന്ന, ആദ്യം മലയാളത്തിൽ അത് മാധ്യമം വാരികയിൽ വന്നു 2004 കാലത്ത്. 2004-05 തന്നെ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് വേർഡ് പ്ലസ് എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന, ഇന്നത് നിന്നുപോയി, വേർഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു ജേർണലിൽ പ്രസിദ്ധീകരിക്കാൻ എനിക്ക് ഇടയായി. അത് 2006 തന്നെ ഞങ്ങളുടെ MA സിലബസിൽ, കാലടി SSUSൻ്റെ
ഇംഗ്ലീഷ് MA-യിലെ ഒരു പ്രധാനപ്പെട്ട എത്നിസിറ്റി ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഇലക്റ്റീവ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് അതൊരു പാഠ വസ്തുവായിട്ട് ഒരു ടെക്സ്റ്റായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. 2006 മുതൽ അത് അവിടുത്തെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ MA-ക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് അഭിമാനകരമായി ഞാൻ പറയുകയാണ്. അന്നൊന്നും തന്നെ മലയാള വിഭാഗങ്ങളിൽ പോലും ഏതെങ്കിലും ഒരു കോളേജിലോ, കേരളത്തിലെന്നല്ല ലോകത്ത് പോലും ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ 2006 KK കൊച്ചിൻ്റെ ഒരു എസ്സേ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിന് വായിക്കാവുന്ന രീതിയിൽ പഠിപ്പിച്ചിട്ടില്ല. വളരെ അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളൊക്കെ തന്നെ മലയാളത്തിൻ്റെ പോലും സാമൂഹ്യശാസ്ത്രങ്ങളുടെയും മലയാളത്തിൻ്റെയും ഒക്കെ സിലബസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ സൂചിപ്പിച്ചത് ജാതിയും വർണ്ണവും ഇല്ലാത്ത സംഘ സംസ്കാരമായിരുന്നു നമ്മുടെ സംസ്കാരം. അത് മധ്യകാലം വരെ അങ്ങനെയായിരുന്നു. ഈ 15-16 നൂറ്റാണ്ടിൽ നടന്ന സൈനിക ജാതിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന 8% വരുന്ന ആൾക്കാർ ബഹുജനങ്ങളുടെ നികുതി പണത്തിൻ്റെ 96% പിടുങ്ങി വെക്കുകയും അമിതാധികാര കുത്തക മുഴക്കുകയും വീണ്ടും ഇല്ലാത്ത സാമ്പത്തിക കുയുക്തി പറഞ്ഞുകൊണ്ട് സാമ്പത്തിക നിർണയനവാദവും ഈ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ മാർക്സിസവും ഇക്കണോമിസവും ഒക്കെ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് PKSകാരെ അടക്കം വഞ്ചിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുന്ന എന്നെ പോലുള്ളവരോട് ചോദിച്ച നിനക്കൊക്കെ എന്താ കുഴപ്പം? ഇല്ലാത്തവന് കൊടുക്കുന്ന പരിപാടിയല്ലല്ലോ ഇത്. രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പാക്കുകയാണ്, ഭരണഘടനാപരമായ മൗലികാവകാശം. അതിനുവേണ്ടിയുള്ള പ്രക്രിയയാണ്, അതിനുവേണ്ടിയുള്ള ഒരു പ്രോസസ്സ്, ഒരു ടൂള് മാത്രമാണ് യഥാർത്ഥത്തിൽ സാമുദായിക സംവരണം എന്ന് പറയുന്നത്. അതിൽ സാമ്പത്തികം ഒരു ഘടകമേ അല്ല. ഏറ്റവും ധനാഢ്യരായിട്ടുള്ള ചില ന്യൂനപക്ഷങ്ങൾ ഉണ്ടാവാം, ചെറിയ സമുദായങ്ങൾ ഉണ്ടാവാം, അവർ വലിയ സാമ്പത്തികമായി ഉന്നത നിലയിലായിരിക്കാം, പക്ഷേ അവർക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം വേണം. ഇന്ത്യൻ പാർലമെന്റിലും പഞ്ചായത്തുകളിലും ലെജിസ്ലേച്ചറുകളിലും മറ്റ് എല്ലാ പൊതുജന വിദ്യാഭ്യാസ സർക്കാർ സേവന രംഗങ്ങളിലും പൊതുമേഖലയിലെല്ലാം അവർക്ക് പ്രാതിനിധ്യം, ന്യായമായ അർഹമായ ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം വേണം. അപ്പൊ പ്രാതിനിധ്യത്തിന്റെ വിഷയം പറയുമ്പോൾ സാമ്പത്തികത്തിന്റെ കുയുക്തി അവിടെ ചെലുത്തി അതിന് പഴകിയ ഓർത്തഡോക്സ് മാർക്സിസത്തിന്റെ സാധുതയും കൂടി അധീശത്വ സാധൂകരണവും കൂടി കൊടുത്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായിട്ടുള്ള ജനായത്ത പ്രാതിനിധ്യം. ലോകത്തെവിടെയും ജനായത്തം പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയവും കലയും സാധ്യതയുമാണ്. അംബേദ്കർ തന്നെയാണ് ഇന്ത്യയിൽ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സാധ്യതയുടെ കലയാണ്, പുതു നവീന രാഷ്ട്രീയ കർത്തൃത്വങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവേശമാണ്. അവരുടെ പ്രാതിനിധ്യമില്ലാതെ അടിസ്ഥാന ജനതയുടെ, പ്രത്യേകിച്ചും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ വെട്ടിനീക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, പ്രാതിനിധ്യമില്ലാത്തവർ, അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പ്രക്രിയയാണ്, അതിൻ്റെ ഒരു പ്രോസസ്സാണ് സംവരണം. ഇവിടെ അഭിഭാഷകരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഏതായാലും KK കൊച്ച് തൻ്റെ വിദ്യാഭ്യാസ കാലത്ത്, അതിനു മുമ്പ് തന്നെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ തന്നെ കർഷക തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കാർഷിക കലാപങ്ങളിൽ നെയ്തശ്ശേരി മന, മരങ്ങാട്ട് മന, അവിടെ കല്ലറയ്ക്കും നീണ്ടൂരിനുമൊക്കെ അടുത്തുള്ള മധുരവേലിയിലുള്ള എല്ലാ ഫ്യൂഡൽ ജന്മിത്തരങ്ങൾക്കും എതിരായിട്ടുള്ള കാർഷിക കലാപങ്ങളിൽ ഇടപെട്ട് അദ്ദേഹം ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും സഹനങ്ങളും നേരിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ, കുഞ്ഞൻ തന്നെ അതിനു മുമ്പ് തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളായിരുന്നു. നമുക്കറിയാം, വിമോചന സമര കാലത്ത് ഇന്ന് വിമോചന സമര നായകന്മാരെ നവോത്ഥാന നായകന്മാരായിട്ട് ഇവിടെ സ്ഥാപിക്കുകയും പൊതു അവധി കൊടുക്കുകയും ക്ഷേത്രപ്രതിഷ്ഠകൾ വരെ നടക്കുകയും ചെയ്തു. ശൂദ്രലഹളയെക്കാളും ഭീകരമാണ് സന്ദർഭം. 2018 ശൂദ്രലഹള നടന്നു. ഇതാ ഇപ്പോൾ നടന്നെന്ന് 2022-23 നടന്നെന്താണ്? നവോത്ഥാന നായകരായി വിമോചന സമര നായകരെ, അതായത് സാക്ഷാൽ സവർക്കറെ 1940 കേരളത്തിൽ കൊണ്ടുവന്ന് പാദപൂജ ചെയ്ത് ആ 10ാം സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചതാരാണ്? സാക്ഷാൽ ഗോൾവൾക്കറെ, കുരുജി ഗോൾവൾക്കറെ 57 ഈ എറണാകുളത്ത് കൊണ്ടുവന്ന് TD ഹാളിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ്
മലയാളത്തിലെ മലയാളി ഹിന്ദുക്കളുടെ ആശാകേന്ദ്രം, ഏക ആശ്രയം എന്ന് പ്രഖ്യാപിച്ച് പാദപൂജ ചെയ്തത് ആരാണ്? അത്തരം വ്യക്തികളെയാണ് ഇന്ന് നവോത്ഥാനം എന്ന പേരിൽ നവോത്ഥാന നായകന്മാരാക്കി ജനങ്ങളുടെ ചിലവിൽ പൊതു അവധി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ വിമോചന സമരകാലത്ത് എന്താണ് സംഭവിച്ചത്? ഇവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അതുകൊണ്ടാണ് ഒരു കുഞ്ഞൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേരിട്ട് ഒരു പട്ടിയെ തല്ലിക്കൊന്നു. ഒരു പട്ടിയെ പിടിച്ചുകൊണ്ടുവന്നതിന് കുഞ്ഞന്, അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വിവരിക്കുന്നതാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, പക്ഷേ വായിക്കാനൊരു പ്രേരണയാകട്ടെ എന്ന് കരുതി വിമോചന സമരത്തിന്റെ നായകർ നവോത്ഥാന നായകരായി മാറുന്ന, അതും ഇടതുപക്ഷത്തിലൂടെ തന്നെ വിമോചന CIA പണം അടക്കം ഒഴുകിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടുള്ള വിമോചന സമരത്തിന്റെ നായകൻ, സവർണ ജാഥ കമാൻഡറെ നവോത്ഥാന നായകനാക്കി പൊതുവോധി കൊടുത്ത് ക്ഷേത്രപ്രതിഷ്ഠ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളം അധപ്പതിച്ചിരിക്കുന്നു. ഇത് കേരളമല്ല, നാരായണഗുരു 26 ശ്രീലങ്കയിൽ വെച്ച് പറഞ്ഞതുപോലെ ഈ മലയാളത്തിലേക്ക് ഞാനിനി ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. പിന്നെ ശിഷ്യഗണങ്ങൾ കാലും കൈയും പിടിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്നു. പിന്നെ അധികകാലം അദ്ദേഹം ജീവിച്ചിരുന്നില്ല. 28 അദ്ദേഹം സമാധിയായി എന്നും നമുക്കറിയാം. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് അന്ന് വിമോചന സമരകാലത്ത് കുഞ്ഞൻ ഒരു പട്ടിയെ കൊണ്ടുവന്ന് ഇവരുടെ കുടിലിന് മുമ്പിൽ ഇട്ടിട്ട് കെട്ടിയിട്ടിട്ട് അതിന് കുഞ്ഞ എന്ന് പറഞ്ഞ് പേരിട്ട് വിളിച്ച് അതിനെ തല്ലിക്കൊല്ലുകയാണ്. എന്തുമാത്രം ഭീകരമാണ്! അതായത് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ, നമുക്കറിയാം നെയ്തശ്ശേരി മനയിലെ ആ ചാച്ചന്റെ പേരാണ് ഈ കുഞ്ഞനും കുഞ്ഞുപെണ്ണും. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിട്ടൊരു പട്ടിയെ അവിടെ വെച്ച് തല്ലിക്കൊന്നു എന്ന് മാത്രമല്ല, അവിടെ കുഴികുത്തി അടക്കിക്കളഞ്ഞു. ശവദാഹം, ശവസംസ്കാരം വരെ അവിടെ നടത്തിക്കളഞ്ഞു. എന്തുമാത്രം എന്ന് പറഞ്ഞാൽ സിംബോളിക് ആക്റ്റാണ്. ഇതിൻ്റെയൊക്കെ പ്രതീകാത്മകമായ, നമുക്കറിയാം മനുസ്മൃതി അടക്കമുള്ള സ്മൃതിശ്രുതി പുരാണങ്ങളിൽ നമ്മൾ ഇവിടുത്തെ ബഹുജന കോടികളെ കുറിച്ച് എന്താണ് പറയുന്നത്? പുഴുക്കൾ, പട്ടികൾ, അല്ലെങ്കിൽ എന്താണ് ഉരകങ്ങൾ, നാഗങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നാഗങ്ങളാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ ഏജൻസി ഏറ്റെടുത്തിരിക്കുക. ബ്രാഹ്മണരെക്കാൾ വലിയ ഹിന്ദുക്കളായി ശൂദ്രർ ചമയുകയും ശൂദ്രലഹള നടത്തി 8% 96 ആയിരുന്നത് 106 അതിന് മുകളിലേക്ക് വർദ്ധിപ്പിച്ച് ഇന്ത്യൻ ഭരണഘടന ആവിയാക്കിയിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഹിന്ദുത്വത്തിന്റെ വിഷം, ഹിന്ദുവിഷം എന്ന് പറയുന്ന വർണ്ണാശ്രമ ധർമ്മത്തിന്റെ വൈദിക പുരുഷ സൂക്ത, വൈദിക വേദാന്ത വർണ്ണാശ്രമ ധർമ്മത്തിന്റെ വിഷം എവിടെയെങ്കിലും കൊടുത്താൽ ആ ജനത മുഴുവൻ ഇത്തരത്തിലുള്ള ക്ഷുദ്രജീവികളായി മാറുന്നു, തികഞ്ഞ പാദചരായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പം അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഞാൻ പറഞ്ഞത് അതിൻ്റെ ഭീകരതയെക്കുറിച്ച് പറയാനാണ്. മറ്റ് ചാത്തൻ പുലയൻ മന്ത്രിയായിരിക്കുന്ന നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതും തൊപ്പിപ്പാളക്കാരൻ്റെ ഭരണവും ഇതൊന്നും ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സമുദായത്തെ തന്നെ മൊത്തത്തിൽ പന്നി വെറ്റ് പെറുന്ന മന്ദബുദ്ധികളായും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും പിന്നെ പൊതു ഇടപ്രവേശവും തന്നെ റദ്ദ് ചെയ്യണമെന്നും ഒക്കെ ഭരണഘടന ഇരിക്കുമ്പോൾ, ലോകത്ത് ഇതുപോലെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗങ്ങളിൽ ഇതുപോലെ സ്പെഷ്യലൈസ് ചെയ്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ വലിയ കുറ്റകൃത്യങ്ങൾ നടത്തി നവോത്ഥാന നായകനായി മാറുന്ന അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം അത്രയും ഭീകരമാണ് അവസ്ഥ എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെയാണ് കെ കൊച്ചിനെ പോലെയുള്ള ജാതിവിരുദ്ധ പോരാളികളെ, ജാതിവിരുദ്ധ ജ്ഞാനോദയ ചിന്തയുടെ യഥാർത്ഥ വക്താക്കളെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഏത് വേദിയിലും നിർഭയമായി ഇത്തരം കാര്യങ്ങൾ പറയാനും തൻ്റെ പുസ്തകങ്ങളിലടക്കം, ചരിത്ര പുസ്തകങ്ങളിലടക്കം ഇതൊക്കെ എഴുതാനും, ഈ പറയുന്ന സംഘ പാരമ്പര്യത്തെക്കുറിച്ചടക്കം, ഞാൻ വെറുതെ പറഞ്ഞതല്ല, കൊച്ചേട്ടൻ എഴുതി വച്ചിരിക്കുകയാണ്. കേരള ചരിത്രവും സമൂഹ രൂപീകരണവും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്ര രചനയിൽ സാക്ഷാൽ ഇളംകുളത്തിൻ്റെ അടക്കം സൈറ്റേഷൻസ് ഉണ്ട്. PK ബാലകൃഷ്ണനെ അടക്കം അദ്ദേഹം വിമർശിച്ചുകൊണ്ടാണ്, അവർക്കൊക്കെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ വിമർശാത്മകമായി ഇവരെയൊക്കെ തന്നെ അപനിർമ്മിക്കുന്ന ഒരു പുതിയ അടിത്തട്ടിൽ നിന്നുള്ള ഒരു കേരള ചരിത്രവും ഒരു പുതിയ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ജനായത്ത കേരളത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഒരു ജൈവ ബുദ്ധിജീവി രചിച്ച ചരിത്രങ്ങളാണ് നമുക്കതിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഈ അനുഭവങ്ങളെല്ലാം ഉണ്ട്.
അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ കുഞ്ഞുഞ്ഞ് ഒരു ഭ്രാന്തനായിട്ടാണ് തൻ്റെ യുവകാലത്ത് മരിച്ചത് എന്ന് നാം മറന്നു പോകരുത്. കെ കൊച്ച് ഒരു ജൈവബുദ്ധിജീവിയായി 10ഓളം പുസ്തകങ്ങൾ മുഖ്യധാരയിൽ പ്രസിദ്ധീകരിച്ചു. 100 കണക്കിന് ലേഖനങ്ങൾ, ഞാൻ വിവർത്തനം ചെയ്ത അടക്കമുള്ള ലേഖനങ്ങൾ, ഓക്സ്ഫോർഡ് ആന്തോളജിയിൽ പോലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വന്നു, മലയാളം ദളിത് റൈറ്റിങ്ങിന്. അപ്പം അങ്ങനെയൊക്കെ എഴുതി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അതുപോലെ പ്രതിഭയാകേണ്ട, അന്നത്തെ കാലത്ത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ BA ചേർന്നതാണ്. പക്ഷേ ഭ്രാന്തനായിപ്പോയി. ഈ ജാതി ഭീകരത, ഈ മലയാളന്മാരുടെ ഈ വർണ്ണവെറി, ഈ വിഡിത്തം, ഇത് അദ്ദേഹത്തെ ഭ്രാന്തനാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണെങ്കിൽ പിന്നെ ഒരു അധ്യാപികയായി മാറി, പിന്നെ ഡിഗ്രി എടുത്തു, ബേസിക് ട്രെയിനിങ് ചെയ്തു, ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് മലബാറിലൊക്കെ പോയ ഒരു സർക്കാർ സർവീസിൽ തന്നെ ഒരു അധ്യാപികമായി ഭാഗ്യം കൊണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ആ മൂത്ത സഹോദരൻ കുഞ്ഞുഞ്ഞ് ഒരു ഭ്രാന്തനായി വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹം ഓർക്കുന്നത്. വളരെ സമീപകാലത്താണ് ദീർഘമായ ഒരു ഇൻ്റർവ്യൂ തന്നെ ചെയ്യാൻ കഴിഞ്ഞത്. യൂട്യൂബിൽ ലഭ്യമാണ്, 10 ഭാഗങ്ങളുള്ള ആ ഇൻ്റർവ്യൂ കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൽ ലഭ്യമാണ്. പക്ഷേ അപ്പോഴത്തേക്ക് അത് 2021 നമ്മൾ ചെയ്തത്. അപ്പോഴത്തേക്ക് ഏതാണ്ട് പല ഓർമ്മകളും പോയി. പക്ഷേ എങ്കിൽ പോലും കൊച്ചേട്ടൻ തൻ്റെ ആ ജീവിത ദുരന്താനുഭവങ്ങളെക്കുറിച്ച് അതിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു സാംസ്കാരിക രാഷ്ട്രീയ പരിവർത്തനവും ഒരു പ്രത്യയശാസ്ത്ര തുറവിയുമാണ് യഥാർത്ഥത്തിൽ സമുദായം എന്ന പരികല്പനയെ വിമർശാത്മകമായി കീഴ്ത്തട്ടിൽ നിന്ന് പുനർവായിച്ച് വീണ്ടെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ കെ കൊച്ച് സാധ്യമായിരിക്കുന്നത്. അംബേദ്കറിലേക്ക് വരാൻ അദ്ദേഹത്തിന് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. ചെറുപ്പകാലത്ത് തന്നെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ ആദ്യകാലത്ത് ഈ മാർക്സിസത്തിൻ്റെ, എക്കണോമിക് ഡിറ്റർമിനിസത്തിൻ്റെ ഹെജിമണി, വർഗ സമീക്ഷ, അത് അധീശത്വപരമായി അദ്ദേഹത്തിൽ പിടിമുറുക്കിയിരുന്നു. പിന്നെ തീവ്ര ഇടതുപക്ഷവുമായി പോകേണ്ടി വന്നു. വയനാട്ടിലേക്ക് കുടുംബം തന്നെ മാറിപ്പോകേണ്ട വലിയ ദുരനുഭവങ്ങളുണ്ടായി. പക്ഷെ അവിടെ പോയപ്പോൾ പോലും അടിസ്ഥാന ജനങ്ങളുമായി കലർന്നുകൊണ്ട് തദ്ദേശീയരായിട്ടുള്ള നമ്മുടെ പണിയർ സമുദായത്തിനിടയിൽ തന്നെയാണ് അദ്ദേഹം പണിയാർ സമുദായങ്ങളെപ്പോലും സംഘടിപ്പിക്കുന്ന രീതിയിൽ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ച് തൻ്റെ ജൈവ ബുദ്ധിജീവിത്വം, നീതിയോട്, ജനതയോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന തൻ്റെ ജൈവിക ധാർമ്മികത അവിടെയും പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അതുപോലെ കേരളത്തിൽ നാരായണ ഗുരുവിനെയും സഹോദരൻ അയ്യപ്പനെയും ഇത്രമാത്രം വിമർശാത്മകമായി സമകാലികമായി വീണ്ടെടുത്തിട്ടുള്ള മറ്റൊരു ചിന്തകനില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യം മുതൽ അന്ത്യം വരെ ഇപ്പോഴത്തെ രീതിയിലല്ല. ഇപ്പോൾ പലരും ഗുരുവിനെക്കുറിച്ചും സഹോദരനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 1990-കൾ മുതൽ സജീവമായി സമുദായം എന്ന പരികല്പനയിലേക്ക് പ്രവേശിച്ച് സഹോദരനെയും ഗുരുവിനെയും വായിച്ചെടുത്തുകൊണ്ട് വിമോചനാത്മകമായി, വിമർശാത്മകമായി വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ദളിതർ എന്ന് പറയുന്ന ഒരു സമാന ചരിത്ര അനുഭവമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ ഒരു സമുദായമായി മാറാൻ കഴിയൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം തന്നെ. അപ്പം ആ രീതിയിലാണ് ദളിതർ എല്ലാ മേഖലകളിൽ നിന്നും, ഈ എല്ലാ മൂലധനങ്ങളിൽ നിന്നും, ഈ എല്ലാ പ്രതിനിധാനങ്ങളും നിഷേധിക്കപ്പെട്ടവർ എന്ന നിലയിലാണ് ദളിതർ. പല വൈജാത്യങ്ങളുണ്ടായിരിക്കാം, തമ്മിൽ കെട്ട് നടക്കുന്നില്ലായിരിക്കാം, തമ്മിൽ ഊണ് നടക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ചരിത്രാനുഭവങ്ങളുടെ ഒരു വലിയ പ്രതലം തൊട്ടുകൂടാത്തവരെയെല്ലാം ബാബാ സാഹേബ് അംബേദ്കറിലേക്ക് അദ്ദേഹം അങ്ങനെയാണ് വരുന്നത്. നേരത്തെ തന്നെ പുസ്തകം വന്നെങ്കിൽ പോലും അയ്യങ്കാളിയുടെ ഒരു ജീവചരിത്രം എഴുതണമെന്നും കൂടി അദ്ദേഹത്തിനുണ്ടായി. THP ചന്താശ്ശേരിയുടെ ആ പുസ്തകം വായിച്ചപ്പോൾ, അയ്യങ്കാളിയുടെ ജീവചരിത്രം വായിച്ചപ്പോഴാണ് ആ വിമോചനാത്മകമായ കേരളത്തിൻ്റെ അറിവൊളിയുടെയും ഈ സമുദായത്തിൻ്റെയും ഒക്കെ മേഖലയിലേക്ക് എടുത്തു ചാടാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്പോൾ അയ്യങ്കാളിയുടെ പുത്തനായ ഒരു ജീവചരിത്ര പഠനം തന്നെ രചിക്കണമെന്നുണ്ടായിരുന്നു. അത് സാധ്യമായില്ല. അവസാന കാലത്ത് ആരോഗ്യം അനുവദിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം അംബേദ്കറെ-കുറിച്ച് ജീവിതവും ദൗത്യവും എന്ന പേരിൽ ഒരു രചന ആദ്യം തന്നെ സാധ്യമാക്കി. ബുദ്ധനിലേക്കുള്ള ദൂരം ബാബാ സാഹേബ് അംബേദ്കറിലൂടെയാണ് അദ്ദേഹം ബുദ്ധനിലേക്ക് പ്രവേശിച്ചത്. എന്താണത്? ഒരു മതാത്മകതയായിട്ടല്ല ബാബാ സാഹേബ് വിശദീകരിച്ചു. ഈ ആധുനിക ബുദ്ധവാദം, ഭീമയാനം അല്ലെങ്കിൽ നവയാനം എന്ന് വിളിക്കപ്പെടുന്ന ഇത്
ഒരു സാമ്പ്രദായിക മതമല്ല, മറിച്ച് ജനായത്ത ചിന്ത തന്നെയാണ്. സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയാണ് ഈ പറയുന്ന മോഡേൺ ബുദ്ധിസമായിട്ട് അല്ലെങ്കിൽ നവയാനമായിട്ട് താൻ വീണ്ടെടുക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ജനത, കരുണ, മൈത്രി, പ്രജ്ഞ, ഇത്തരത്തിലുള്ള വലിയ സാർവലൗകികം എന്ന് പോലും വിളിക്കാൻ കഴിയുന്ന ആശയങ്ങൾ, യേശ ധമ്മോ സനന്ദനോ എന്ന മൈത്രിയെക്കുറിച്ച് ബുദ്ധൻ ത്രിപിടകങ്ങളിൽ പറയുന്നുണ്ട്. അവിടുന്ന് അടിച്ചു മാറ്റിയതാണ് എന്ത്? ധമ്മോ സനന്ദനോ എന്ന പാലിയെ സംസ്കൃതീകരിച്ചെന്ന് മറിച്ചിട്ടിരിക്കുന്നതാണ് എന്ത്? സനാതനധർമ്മം. ആ പേര് പോലും ഭാഷയും വാക്കുകളും പദാവലികളും ആശയങ്ങളും എല്ലാം കട്ടെടുത്തിരിക്കുന്നതാണ്. ഇന്ത്യൻ ബ്രാഹ്മണിസം, ഇന്ത്യൻ ഐഡിയോളജി എന്ന് പറയുന്ന ഇന്ത്യൻ ഹെജിമണി, ഇതെല്ലാം അടിച്ചു മാറ്റി വെടക്കാക്കി തനിക്കാക്കി എടുക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ തത്വം. അപ്പോൾ ഒരു ജ്ഞാനാവബോധമായിട്ടാണ്, അതാണ് അയ്യങ്കാളിയെപ്പോലും, അയ്യങ്കാളി ഒരു തല്ലുകാരനായിട്ട് ഒരു വലിയ സംഘടനാ നേതാവായിട്ടും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സമുദായത്തിൽ നിന്ന് 10 BA-ക്കാരെ കാണണം എന്ന് ഗാന്ധിയോട് പുലേ രാജാവ് എന്നാണ് 37 വന്നിട്ട് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പേരിൽ ഗാന്ധിജി വെങ്ങാനൂർ വന്ന് ഇദ്ദേഹത്തെ അഭിസംബോധന, ഇതുപോലെ പല ബഹുജനങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അതിൽ നാടാന്മാരുണ്ട്, പിന്നാക്കക്കാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, നിരവധി ദലിത് സമുദായങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പുലേ രാജാവേ എന്ന് ബോധപൂർവം ഉച്ചഭാഷണിയിലൂടെ വിളിക്കുന്ന ഒരവസ്ഥ. അപ്പം ഇത് നാരായണ ഗുരുവിനെ കുറിച്ച് അതിനു മുമ്പ് 24 ഇദ്ദേഹം എഴുതിയത് എന്താണ്? ഹരിജൻ ഓർ യങ് ഇന്ത്യ, അതിൻ്റെ പേര് മാറ്റിയതാണ്. ഹരിജനിലാണോ യങ് ഇന്ത്യയിലാണോ ഇംഗ്ലീഷിലാണ് എഴുതിയത്. എന്താണ്? തീയന്മാരുടെ ആത്മീയ ഗുരു, സ്പിരിച്വൽ ലീഡർ ഓഫ് തിയാസ്, ഹീസ് കോളിംഗ് ഫോർ എ കൈൻഡ് ഓഫ് റിബല്യൻ എന്നാണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതി വിട്ടത്. അപ്പൊ ഗുരുവിനെ ആകട്ടെ അയ്യങ്കാളിയെ ആകട്ടെ ഇവരൊക്കെ ജാതിയുടെയും ഉപജാതിയുടെയും വക്താക്കളാക്കാനുള്ള ശ്രമം സാക്ഷാൽ മഹാത്മാഗാന്ധിയിലൂടെ പോലും ചലകമാണ്. അത് തിരുവിതാംകൂർ ഭരണകൂടത്തിൻ്റെ ഒരു ഐഡിയോളജിയും അജണ്ടയുമാണ്. അത് പക്ഷേ പറഞ്ഞു കൊടുത്ത് ഗാന്ധിയിലൂടെയാണ് അത് പുറത്തേക്ക് വന്നത്. അദ്ദേഹം നമുക്കറിയാം 25 ഗാന്ധിജിക്ക് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ അസംബന്ധം മുഴുവൻ ഗുരു അവിടെ ഇരുത്തി ഇലകൾ, തേന്മാവിൻ്റെ ഇലകൾ കാണിച്ച് പറഞ്ഞു കൊടുത്തു. മാവിൻ്റെ ഇലകൾ നോക്കൂ, പല രൂപത്തിലും, പുറമേ അതിൻ്റെ ഭാവ വ്യത്യാസങ്ങളും നിറവും രൂപവും ഒക്കെ വ്യത്യാസമാകാം, പക്ഷേ അതിൻ്റെ സത്തയൊന്നാണ്. മനുഷ്യാണം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥ ന ബ്രാഹ്മണാതിരസ്യൈവം ആ തത്വം വേത്തി കോ അപിന എന്നാണ് അദ്ദേഹം വീണ്ടും വീണ്ടും സംസ്കൃതത്തിൽ എഴുതിയത്. ഒരു ജാതി, ഒരു മതം, ആ ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന് മലയാളത്തിൽ എഴുതിയിട്ടും മനസ്സിലാകാതെ ആരെങ്കിലും സംസ്കൃത പണ്ഡിതന്മാരുണ്ടെങ്കിൽ അഴുവാഞ്ചേരിയെ പോലെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മറ്റപ്പള്ളിയെ പോലെയോ നെടുമ്പള്ളിയെ പോലെയോ തന്ത്രിമാരെ പോലെ സംസ്കൃതം അറിയാതെ എന്നാൽ സംസ്കൃതത്തിൽ പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് എന്നാൽ പിന്നെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സംസ്കൃതവും കൂടി എഴുതി വെച്ചത്. ഇതൊക്കെ പറഞ്ഞ് ഒരു ദിവസം മുഴുവൻ വിശദീകരിച്ചു കൊടുത്തു. ഗാന്ധിജിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ഇടയ്ക്ക് കയറി ചോദിച്ചു, അല്ലയോ ഗാന്ധിജി, ഈ ഹിംസയെക്കുറിച്ച് പറയാത്ത ഏതെങ്കിലും പുരാണങ്ങളുണ്ടോ? ഏതോ ഒരു പുരാണത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, താങ്കളുടെ ഈ കൃഷ്ണൻ, ഈ ഗീതയിലെ ഈ ദൈവം, ചതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗജ എന്നൊക്കെ പറയുന്ന ആ ഗീതയിലെ ഗുണകർമ്മ വർണ്ണ സിദ്ധാന്തം അവതരിപ്പിക്കുന്ന ദൈവിക സാധൂകരണം കൊടുക്കുന്ന ഈ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയും കൂടെ അല്ലായിരുന്നോ എന്ന് സഹോദരൻ അയ്യപ്പൻ ഇതിനിടയിൽ കയറി ചോദിക്കുകയും ചെയ്തു. അപ്പം നോൺസെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി ചർച്ച അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇത് മാത്രമല്ല, 25-ലാണ് ഇത് സംഭവിച്ചത്. ഗുരു പ്രത്യേകം പറഞ്ഞു, ജാതിവിരുദ്ധ പോരാട്ടത്തിൽ, വൈക്കം പോലെയുള്ള ജാതിവിരുദ്ധ പോരാട്ടത്തിൽ പരിപൂർണമായ അഹിംസാമാർഗം പലപ്പോഴും സാധുവായിരിക്കുകയില്ല എന്നും കൂടി തൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഈ യങ് ഇന്ത്യ അല്ലെങ്കിൽ ഹരിജനിൽ എഴുതിയല്ലോ. തീയന്മാരുടെ ആത്മീയ ഗുരു ഇതാ ലഹളയ്ക്ക് ആഹ്വാനം ചെയ്യുന്നു, ഈ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ ഇടിച്ചു നിരത്താനാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് എഴുതിയല്ലോ. അതിനുള്ള മറുപടി അവിടെ കൊടുത്തു. പക്ഷേ രക്ഷയില്ല, അദ്ദേഹം തിരിച്ചുപോയി. ബാബാ സാഹേബ് അംബേദ്കർ അനൈഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം എഴുതിയത് നമുക്കറിയാം, ഐഡിയൽ ഭംഗിയും, അതായത് ആദർശവാനായ തോട്ടിപ്പണിക്കാരൻ. തോട്ടിപ്പണി എന്ന് പറയുന്ന ഏറ്റവും ഉദാത്തവും ആദർശാത്മകവുമാണ്. അതായത് ജാതി ഹിന്ദുവിൻ്റെ മലം തലയിൽ ചുമന്നുകൊണ്ടുപോയി കൊടുത്ത് അദ്ദേഹം സായുജ്യം, മോക്ഷപ്രാപ്തിയിലേക്ക്
ഇപ്പം മോക്ഷത്തെക്കുറിച്ചാണല്ലോ നമ്മുടെ ഭരണകൂടക്കാരൊക്കെ പറയുന്നത്. മോക്ഷം, ദൈവത്തിൻ്റെ നാമം വിളിച്ചാൽ മോക്ഷം കിട്ടുമെന്നാണ്. അംബേദ്കർക്ക് ജയ് ഭീം എന്ന് വിളിക്കരുത്, പിന്നെയോ ദൈവനാമത്തിലൂടെ മോക്ഷപ്രാപ്തിയിലേക്ക് ആ ഉന്നത കുല ജാതൻ്റെ അടുത്ത ജന്മത്തിലെങ്കിലും മോക്ഷപ്രാപ്തിയാകണമെന്നാണ് പറയുന്നത്. ഒരു പൂജാരി ആയിക്കൊണ്ട്, ഒരു പൂജാരിയാണ് ഈ ഗാന്ധിജിയുടെ ജാതിയും വർണ്ണവും പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്നാൽ മതി, ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ട. കന്യാകുമാരി ക്ഷേത്രത്തിലിരുന്ന ഒരു നിരക്ഷരനായ പൂജാരി, ബ്രാഹ്മണ പൂജാരി ഗാന്ധിജിയെ വിലക്കി. ഗാന്ധിജി അവിടെ നിന്നു തൻ്റെ വൈശ്യത്വം അംഗീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് തൊഴുത് ആ പ്രസാദവും എറിഞ്ഞു കൊടുത്തത് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം തിരിഞ്ഞു നടന്നു. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ആംഗല സിംഹത്തിൻ്റെ കുഞ്ചിരോമം പിടിച്ചു കുലുക്കിയ വിശ്വവന്ദിതനായ മഹാത്മാഗാന്ധിജി പോലും ഈ ചാതുർവർണ്ണത്തിൻ്റെയും ജാതിയുടെയും ബ്രാഹ്മണ്യത്തിൻ്റെയും ഈ വർണ്ണാശ്രമ ശാസനയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയല്ലോ. എന്ത് കഷ്ടം! നായിലും നാണം കെട്ട് ചവിട്ടുന്ന ബ്രാഹ്മണ പാദം നക്കുന്ന ആഹന്ത ദയനീയം. അതാണ് സഹോദരൻ അയ്യപ്പൻ അപ്പോൾ തന്നെ ഈ സംഭവം പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത ഉടനെ അദ്ദേഹം കവിത എഴുതുകയായിരുന്നു. കവിത എഴുതി പ്രസിദ്ധീകരിക്കുകയും ഒരാഴ്ചക്കുള്ളിൽ കവിത ഗാന്ധി സന്ദേശം എന്ന കവിത കേരളത്തിൽ വരികയും ചെയ്തു. മദനമോഹന മാളവ്യ തിരുനക്കര വന്നിട്ട് രാമമന്ത്രം ജപിക്കാൻ പറഞ്ഞു. അപ്പോൾ സഹോദരനും കൂട്ടാളികളും കൂടെ അവിടെ എഴുന്നേറ്റു. അയോധ്യാപതിയായ രാമനാണോ, ദശരഥപുത്രനായ രാമനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അയാൾ ദൈവം പോയിട്ട് മനുഷ്യൻ പോലും ആകുന്നില്ല. കാരണം ഗുരു അതിന് മുമ്പ് 13 എഴുതിയിരിക്കുകയാണ് കവിതയിൽ, കൊല്ലായികിൽ അവൻ ഗുണമുള്ള പുമാനൻ, അല്ലായെങ്കിൽ മൃഗത്തിനു തുല്യനവൻ. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിടിലും എന്ന് അസന്നിഗ്ധമായി ഗുരു ദാർശനികമായ കവിതയിൽ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരൻ പറഞ്ഞു, അയാൾ മനുഷ്യൻ പോലുമല്ല, മൃഗത്തെക്കാളും ഭീകരനാണ്. ഒരിക്കലും ആ ശംഭൂകനെ ഏത് യോനി എന്ന് ചോദിച്ച്, തൻ്റെ സമുദായം പോലുമല്ല ചോദിച്ചത്, നീ ഏത് യോനിയാടാ എന്നാണ് വാൽമീകി രാമായണത്തിൽ അടക്കം എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ശൂദ്രയോനി, പാപയോനി, മ്ലേച്ഛയോനി, ഇതെല്ലാം വളരെ മോശപ്പെട്ട യോനികളാണല്ലോ. അതുകൊണ്ടാണ് ജാതി മീമാംസയിൽ ഗുരു പ്രത്യേകം ആ വാക്കെടുത്ത് ഉപയോഗിച്ചത്. ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ, മനുഷ്യാണം മനുഷ്യത്വം ജാതി. ഇതുമായിട്ട് ഏറ്റവും അധികം വിമർശാത്മകമായി കാലികമായി സംവദിച്ച അടിത്തട്ടിൽ നിന്ന് വന്ന ഒരു മഹാനായ ചിന്തകനാണ് ബാബാ സാഹേബ് അംബേദ്കർ. അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പൻ ഇവരോടൊക്കെ താരതമ്യം വഹിക്കുന്ന അല്ലെങ്കിൽ സാധ്യമാക്കുന്ന ഒരു മൗലിക മനുഷ്യ ചിന്തകനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ സമയം വളരെ ഏറിപ്പോകും. ഇപ്പോൾ തന്നെ സമയം ഒരുപാട് ഞാൻ അപഹരിച്ചു, ക്ഷമിക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ കാലത്ത് ജീവിച്ച ഏറ്റവും വലിയ ഒരു മനുഷ്യനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും വലിയൊരു നീതിചിന്തകനെ, ധാർമ്മിക ധീരനെയാണ്, വലിയ എഴുത്തുകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ വിടവാങ്ങുകയാണ്. ഇതിന് അവസരം തന്ന അഡ്വക്കേറ്റ് വി എം ഉണ്ണിക്കും മറ്റെല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം.